സഭയ്ക്ക് കുഴിബോംബ് വയ്ക്കുന്നവർ. അപ്രേം തിരുമേനിയുടെ പ്രസംഗം കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ തൽക്കാലം ഈ സഭയിൽ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. സഭ പൊതുവായി എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിനോട് ചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ സ്വയം മാറി നിൽക്കാം. സഭയിൽ കേസ് തുടങ്ങിയത് അപ്രേം മെത്രാൻ അച്ഛൻ ഉണ്ടാകുന്നതും വളരെ മുമ്പാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നു. സഭ ഇന്നലെയോ എടുത്തതാണോ ഇപ്പോഴത്തെ നിലപാട്? 100 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതാണ് സഭാ നിലപാട്. മെത്രാച്ചനെ മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു സഭയുടെ നിലപാട്. അങ്ങയെ വൈദികനാക്കുന്നതും മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്നതും തിരിച്ചറിവില്ലാത്ത പ്രായത്തിലൊന്നും ആയിരുന്നില്ലല്ലോ. ഇനി ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നോ? അതോ ഇവിടെ അടുത്തിടെ ഉണ്ടായതാണോ? പണ്ടേ ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിന് ഈ സഭയിൽ ഒരു വൈദികൻ പോലുമായി? അതും പോരാഞ്ഞ് സഭാ രാഷ്ട്രീയം കളിച്ച് എന്തിന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നിട്ട് സഹാദായിക്കെടുത്ത ജീവിതമാണോ അങ്ങ് നയിക്കുന്നത്? അരമനയിൽ എന്തോ കാര്യങ്ങൾ ചോദിക്കാൻ വന്ന മാനേജിംഗ് കമ്മിറ്റി അടക്കം പിള്ളേരെ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഏത് സഹാദ കാണിച്ച മാർഗമായിരുന്നു? എളിമയുള്ള സഹാദ ജീവിതം തെരഞ്ഞെടുത്ത അങ്ങേക്ക് ലക്ഷറി കാർ എന്തിനാണ്? മഹാത്മാഗാന്ധിയോട് ഉടുപ്പിടാൻ പറഞ്ഞ കുട്ടിയോട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാവർക്കും ഉടുപ്പുണ്ടായി കഴിഞ്ഞാൽ ഞാനും ഉടുപ്പിടാമെന്ന്. അതുപോലെ എല്ലാ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും കാർ വാങ്ങാമെന്ന് എന്താ അങ്ങേക്ക് തോന്നാതിരുന്നത്? വിവാഹങ്ങൾക്കോ അതുപോലെയുള്ള ചടങ്ങുകൾക്കോ പോയാൽ വച്ചു നീട്ടുന്ന കവറുകൾ തിരസ്കരിക്കാറുണ്ടോ? അതോ വാങ്ങി പോക്കറ്റിൽ വയ്ക്കുന്ന സഹദ മാതൃകയാണോ പിന്തുടരുന്നത്? ആത്മീയ കാര്യങ്ങൾക്കും വിശ്വാസികളിൽ നിന്ന് പണം വാങ്ങുന്നത് ശരിയാണോ? പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം പോരാ, എല്ലാ കാര്യത്തിലും സഹദാ മാതൃക പിന്തുടരണം. മറ്റനേകം കാര്യങ്ങളും ചോദിച്ചാൽ ഉത്തരം പറയാൻ വിയർക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തൽക്കാലം അത് വിടുകയാണ്. സഭാ നിലപാടുകളുമായി ചേർന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പല ദയറാകളുമുണ്ട്. ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതാകും ഭേദം. അധികാരം വേണം, പണം വേണം, സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ വേണം. എന്നാലും ഇതെല്ലാം നൽകുന്ന സഭയുടെ നിലപാടുകളെ വിമർശിച്ച് വില കുറഞ്ഞ പ്രശസ്തി സമ്പാദിക്കാനുള്ള ഈ സഹദാത്വം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ലാത്തതാണ്. ചേരാൻ പറ്റുന്നില്ല എങ്കിൽ ദയവായി വിട്ടുനിൽക്കുക. ഇവിടെ പറ്റിപ്പിടിച്ചു നിന്നുകൊണ്ട് വേണോ ഈ വിമർശനം നടത്താൻ? കൂട്ടിന് വേണമെങ്കിൽ കത്തെഴുത്ത് മെത്രാനെ കൂടി കൂട്ടിക്കൊള്ളൂ. കല്ല് കച്ചവടവും ഫ്ലാറ്റ് ബിസിനസ്സും ഒക്കെ നടത്താൻ അങ്ങേർക്കും കൂടുതൽ സമയം ലഭിക്കട്ടെ. അല്ല എങ്കിൽ ഈ വാക്കുകൾ കൊലപാതകവും സകല ഉഡായിപ്പുകളും കാണിക്കുന്ന കേസ് കൊടുത്ത വിഭാഗത്തോട് പറയൂ. സ്ഥാനം നൽകിയ ദിദിമോസ് ബാവായും കേസ് നടത്തുന്ന കാലത്തല്ലേ അങ്ങേക്ക് പട്ടം തന്നത്? എന്താ വേണ്ടെന്ന് വെക്കാതിരുന്നത്? തന്ന ആളിനോടെങ്കിലും അല്പം നന്ദി തോന്നണ്ടേ? എന്തായാലും കത്തോലിക്ക സ്ഥാനത്തേക്ക് സഭ തന്നെ പരിഗണിക്കില്ല എന്ന തോന്നൽ വന്നപ്പോഴാണോ ഇപ്പോഴത്തെ തിരിച്ചറിവുണ്ടായത്? പൗലോസ് ദിദിയൻ ബാവ പറഞ്ഞ സഭയ്ക്കെതിരെയുള്ള കുഴിബോംബ് ഒരുപക്ഷെ അങ്ങയെ കൊണ്ടായിരിക്കും പറഞ്ഞത്.